നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തമിഴ്നാടിന്റെ ജനവിധിയെ പോലും ഭയന്ന് ലോക് ഭവൻ വാതിൽ അടയ്ക്കുകയാണോ? ജനകീയ തിരമാലയായി ഉയർന്ന വിജയിയെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കാതെ പിടിച്ചു നിർത്തുന്നത് എന്തിനാണ്? ഭൂരിപക്ഷം തെളിയിക്കൂ എന്ന പേരിൽ സമയം കളയുന്നത് പിന്നാമ്പുറ രാഷ്ട്രീയ നീക്കങ്ങൾക്കോ? തമിഴ് ജനത നിയമസഭയിലേക്ക് ഉയർത്തിയ നേതാവിനെ കസേരയിൽ നിന്ന് അകറ്റാൻ ഡൽഹി മുതൽ ചെന്നൈ വരെ ശക്തികൾ ഒന്നിക്കുകയാണോ? സിനിമാ സ്ക്രീനിൽ മാസ് കാണിച്ച താരം ഇനി യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. ജനവിധിയെ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന സന്ദേശമാണ് TVK ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. എണ്ണം ചോദിക്കുന്നവർ ആദ്യം ജനങ്ങളുടെ വിധി വായിക്കട്ടെ. ഇതാണ് ഇപ്പോൾ വിജയ് അനുകൂലികളുടെ ഗർജനം. തമിഴ്നാട് കാത്തിരിക്കുന്നത് ഒരു സർക്കാർ രൂപീകരണം മാത്രമല്ല, അധികാര രാഷ്ട്രീയത്തിനെതിരായ ജനങ്ങളുടെ മറുപടിയാണ്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ലോക് ഭവൻ വിജയിയെ ഇന്നും ക്ഷണിക്കാത്ത സമയത്ത് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിജയ് വെട്രി തടയുന്നതാര്? കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യയായ 118 ഇപ്പോഴത്തെ നിയമസഭയിലെ അംഗത്വം നോക്കിയാൽ 117. അത് വിജയുടെ പാർട്ടിയായ TVKക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. 112 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത്. 107 TVK അംഗങ്ങളും 5 കോൺഗ്രസ് അംഗങ്ങളും. അതിനു പുറമെ മറ്റ് അംഗങ്ങളുടെ പിന്തുണ നേടുവാനുള്ള, മറ്റു പാർട്ടികളുടെ പിന്തുണ നേടുവാനുള്ള ശ്രമം TVK തുടരുകയാണ്. അതിൽ CPI, CPM ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണ കിട്ടിയാൽ 4 പേരുടെ പിന്തുണയായി. അങ്ങനെ വരുമ്പോൾ 116ലേക്ക് എത്തുവാൻ കഴിയും. പിന്നെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് VCKയുടെ പിന്തുണയാണ്. 2 അംഗങ്ങളാണ് VCKക്ക് ഉള്ളത്. അതുകൂടിയാകുമ്പോൾ 118 അംഗങ്ങളുടെ പിന്തുണ വിജയുടെ പാർട്ടി നേടും. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യയിൽ എത്താൻ പറ്റും. VCK ഇന്ന് പറഞ്ഞിരിക്കുന്നത് നാളെ അവരുടെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കും എന്നാണ്. VCK നിലവിൽ DMK മുന്നണിയിലാണ് ഉള്ളത്. സ്റ്റാലിനുമായി VCK നേതാവ് തിരുമാവളവൻ ഇന്ന് ചർച്ചയും നടത്തിയിട്ടുണ്ട്. നാളെയാണ് VCKയുടെ തീരുമാനം വരിക. CPIയും CPMും ഇതുവരെ ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് എന്തായാലും പിന്തുണയ്ക്കില്ല TVKയെ, വിജയുടെ പാർട്ടിയെ എന്ന് അറിയിച്ചിട്ടുമുണ്ട്. DMK മുന്നണിയിൽ ഇതിനകം തന്നെ ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞു. കോൺഗ്രസ് 5 അംഗങ്ങളുമായി TVKക്ക് പിന്തുണ നൽകുവാൻ, വിജയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ മറ്റു ചില ഇക്വേഷൻസ് കൂടി രൂപപ്പെട്ടു വരികയാണ്. അണ്ണാ DMKയിലെ ഒരു വിഭാഗം MLAമാർ വിജയുടെ പാർട്ടിയെ പിന്തുണച്ച് വിജയെ മുഖ്യമന്ത്രിയാകാൻ അവസരം നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. 3ൽ 2 അംഗങ്ങൾ പാർട്ടി വിട്ട് വന്നാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം നടക്കുകയുള്ളൂ. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും DMK വിജയെ സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് തടയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുവാനാണ് DMKയുടെ തീരുമാനം. DMK അണ്ണാ DMK ചർച്ച ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും ചില സ്ഥിരീകരണങ്ങളും വന്നു. എങ്കിലും DMK എന്തായാലും സർക്കാർ രൂപീകരിക്കുവാനുള്ള പദ്ധതിയിലേക്ക് വരുന്നില്ല. 6 മാസം സർക്കാരിനെ നിരീക്ഷിക്കാം എന്നാണ് DMKയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇപ്പോൾ ശ്രീ ചന്ദ്രകാന്ത് വിശ്വനാഥ്, വെബ് എഡിറ്റർ, ന്യൂസ് 18 കേരളം, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ MS വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ചന്ദ്രകാന്ത്, എന്താണ് താങ്കളുടെ ഒരു അനുമാനം? ഇപ്പോൾ മാന്ത്രിക സംഖ്യയിലേക്ക്, കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുവാനുള്ള സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ വിജയ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിജയിയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ നിരീക്ഷണം? മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതിയല്ലോ. ഇതിൽ ഗവർണർ വളരെ സാവധാനമുള്ള ഒരു പ്രക്രിയയിലേക്ക് പോകുന്നതിന് കാരണം വിജയ് ഫ്ലോർ ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ അത് മറ്റൊരു തരത്തിലേക്ക് ഒരുപക്ഷെ ഒരു ഇലക്ഷനിലേക്ക് വേണ്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാവുന്ന പോലെ തമിഴ്നാട്ടിൽ 2 ബൈപോളാർ എന്ന് പറയുന്നത് പോലെ 2 ദ്രാവിഡ പാർട്ടികളുടെ ഒരു മുന്നണികളാണ് ഉണ്ടായിരുന്നത്. അതിൽ DMK മുന്നണി നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. കാരണം വളരെ ജനറസ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സ്റ്റാലിൻ വന്നതിന് പ്രത്യേകിച്ച് ഈ മുന്നണിയിലുള്ള കക്ഷികളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പം പ്രത്യേകിച്ച് കോൺഗ്രസിന് 10 സീറ്റാണ് ലോക്സഭയിലേക്ക് കൊടുക്കുന്നത്, CPMന് 2 സീറ്റ് കൊടുക്കുന്നു, CPIക്ക് കൊടുക്കുന്നു, മുസ്ലിം ലീഗിന് 1 സീറ്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ളൊരു അലി മാത്രമല്ല അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിന്, കാരണം ഇവർക്കൊക്കെ വളരെ ആൾബലം കുറവാണ്. DMK ആണ് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും വളരെയധികം പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയുമാണ്. അവരെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് വരാൻ ഇപ്പം തിരുമാവളവൻ്റെ പാർട്ടിക്കാണെങ്കിലും CPMനും CPIക്കും ഒന്നും സാധിക്കില്ല. കോൺഗ്രസ്സിന് ഇവരോട് കുറച്ച് വിരോധം എവിടേക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോയത്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ കോലീഷൻ ധർമ്മയുടെ എതിരുമാണ്.
പക്ഷേ CPM-നും CPI-ക്കും അങ്ങനെയുള്ള മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് വളരെ വ്യക്തമാക്കി പറഞ്ഞത് ഞങ്ങൾ ഇന്നും അതെ, ഇന്നലെയും അതെ, നാളെയും അതെ. ഈ DMK മുന്നണിയിൽ അവശേഷിക്കുന്ന പാർട്ടികൾ എന്ന് പറയുമ്പോൾ CPI 2, ആ ടാലി ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ CPI 2, CPM 2, VCK 2, ഈ 3 പാർട്ടികളുടെയും നേതൃത്വം സ്റ്റാലിനുമായി ചർച്ച നടത്തുന്നുണ്ട്. കാരണം ഈ 3 പാർട്ടികൾക്കും വിമുഖതയില്ല വിജയിയെ പിന്തുണയ്ക്കാൻ. പക്ഷേ സ്റ്റാലിനുമായി ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം സ്വാഭാവികമായിട്ട് DMK മുന്നണിയിൽ നിന്ന് വിടുന്ന ഒരു സാഹചര്യമാണല്ലോ, അല്ലേ? മാറി നിൽക്കുക എന്നുള്ളൊരു സാഹചര്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ എന്തായാലും താല്പര്യമുണ്ട് വിജയിയെ പിന്തുണയ്ക്കാൻ, പക്ഷേ DMK-യുമായിട്ടുള്ള ഒരു ബന്ധം അത് മുറിയുമോ എന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത്. അതായത് സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ച നടത്താതെ പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് കാണിച്ചതുപോലെ കാണിക്കാൻ CPI-യോ CPM-ഓ തയ്യാറല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതായത് ഒരാൾക്കൊരു ദുർഘട സന്ധി വരുമ്പോൾ അയാളെ ഉപേക്ഷിച്ചു പോകുന്നതല്ല രാഷ്ട്രീയം. പ്രത്യേകിച്ച് ഇവരെയൊക്കെ വളരെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് രാഷ്ട്രീയം നടത്തുന്നത്. മാത്രമല്ല കോൺഗ്രസിൻ്റെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ 2004-ൽ ഈ DMK കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ടാണ് UPA എന്ന് പറഞ്ഞ സംവിധാനം വരെ ഉണ്ടായത്. അങ്ങനെയാണ് 10 വർഷം ഇവിടെ UPA-ക്ക് ഭരിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് നമ്മളിപ്പോൾ പറയുന്ന നിലത്തിലേക്ക് കണ്ടിന്യൂ ചെയ്ത്. ഇതൊക്കെ മറന്നുപോയിട്ട് അവർ ചെയ്തെങ്കിലും CPI-യോ CPM-ഓ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു തരത്തിലും മാറില്ല എന്ന് പറഞ്ഞ് അവർക്ക് അധികാരത്തിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞ വാക്കിന് കുറച്ച് വില കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ VCK-ക്ക് പോകണമെന്നുണ്ട്. കാരണം പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന മെച്ചങ്ങളും ഒക്കെ അറിയാം. പക്ഷേ ഇത് സംസാരത്തിന് സമയമുണ്ട്. ഇത് ഒരു കൃത്യതയിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ഗവർണർ വെയിറ്റ് ചെയ്യുന്നത്. അത് നല്ലത് തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗവർണർ അതിനു വേണ്ടി സമയം എടുക്കേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ആവശ്യമില്ലല്ലോ. ഏറ്റവും വലിയ പാർട്ടിയെയോ മുന്നണിയെയോ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാം, അങ്ങനെ ക്ഷണിക്കുന്നതുമാണ്. പക്ഷേ ഇവിടെ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഗവർണർ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ലോക്ഭവന് അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്തിനാണ്? ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം തമിഴ്നാട് രാഷ്ട്രീയം സിനിമയെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഏതാണ്ട് ഇടകലർന്ന് കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ കണ്ട ഒരു TV ഡിബേറ്റിൽ DMK-യുടെ ആൾ പറയുന്നത് ഒരു സിനിമാ നടന് വേണ്ടി ഇത്രയധികം ചെയ്യേണ്ട ഒന്ന് ഓർക്കണം. പല സിനിമാ നടന്മാരെ കൊണ്ടാണ് ആ പാർട്ടി അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. പക്ഷേ യാതൊരു മര്യാദയുമില്ലാതെ വിജയ് അങ്ങനെ ഒരു സിനിമാ നടന് വേണ്ടി ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് സമയമെടുത്ത് ചെയ്താലും മതി എന്ന് DMK-യുടെ പ്രധാനപ്പെട്ട ഒരാൾ പറയാണ്. ഇതിന് കാരണം അപ്പോൾ നാളെ വന്ന് ഫ്ലോർ ടെസ്റ്റിൽ ഇയാൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകും. പക്ഷേ എന്നാൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് ഒരു കൊല്ലമെങ്കിലും മുന്നോട്ട് പോകണ്ടേ? എല്ലാ ദിവസവും നമുക്ക് തരേണ്ട. അപ്പം എനിക്ക് തോന്നുന്നു ഗവർണറുടെ തീരുമാനം വളരെ വൈസായിട്ടുള്ള ഡിസിഷനാണ്. കാരണം മുൻകാലത്തെല്ലാം രാഷ്ട്രപതിയായിരുന്ന KR നാരായണനാകട്ടെ അല്ലെങ്കിൽ പലരും അതായത് തന്നെയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വെറുതെ വാക്കുകൾക്കെന്ന് പറയുന്നതിനപ്പുറത്ത് ഒപ്പിട്ട ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനു വേണ്ടി തന്നെയാണ് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം തടയുന്നില്ല. പ്രത്യേകിച്ച് നാളെ അടുത്ത ദിവസങ്ങളിൽ ഈ ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ 6 പേരെ, എനിക്ക് തോന്നുന്നു 5 പേരെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ കുഴപ്പമില്ലാതെ പോകും. 6 മിക്കവാറും CPI, CPM, VCK ഈ 3 പാർട്ടികളും പിന്തുണച്ചേക്കാം. VCK-യുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു 50-50 ചാൻസ് ആയി കഴിഞ്ഞു. പക്ഷേ CPI-യുടെയും CPM-ൻ്റെയും കാര്യത്തിൽ ഇപ്പോഴും ഒന്നും പറയാൻ പറ്റാത്തൊരു സമയമാണ്, അല്ലേ? അത്രയും കടപ്പാടുണ്ട് ഈ സഖ്യകക്ഷിയായിട്ടുള്ള. നമ്മളിവിടെ പറയുന്നത് പോലെ നമുക്കൊരു 10-22 കക്ഷികളുള്ള ഒരു മുന്നണിയാണ് അവിടെ ഉള്ളത്. അതിനകത്ത് കുറച്ചെണ്ണത്തിന് മാത്രമേ നിയമസഭയിൽ സീറ്റുള്ളൂ. പക്ഷേ കോൺഗ്രസ്സിന് DMK-യുടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിൽ അംഗമാക്കുന്നില്ല എന്നല്ലായിരുന്നു. ബാക്കി കക്ഷികൾക്ക് അതൊന്നും പ്രശ്നമില്ല. കാരണം അവർക്ക് അവരുടെ അംഗബലത്തെക്കുറിച്ച് വലിയ ബോധ്യമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു ദേശീയ കക്ഷിയായതുകൊണ്ടും അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് വേണമെന്നുണ്ട്. അത് DMK അനുവദിച്ചിരുന്നില്ല. ഇതാണ് അവർ തമ്മിലുള്ളൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. അതുപോലെ ഇറങ്ങിപ്പോകാൻ ഇവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടുള്ള ഒരു സാവകാശം. ശരി, ശ്രീ MS വേണുഗോപാൽ, ഇവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സാധ്യതയില്ല. കാരണം DMK അങ്ങനെ ഒരു അട്ടിമറി നടത്തുന്നതിൽ ഇപ്പോൾ തൽപരരല്ല. എന്തായാലും വിജയ്ക്ക് അനുകൂലമായിട്ടാണ് തമിഴ്നാടിൻ്റെ ജനവിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിജയ് മുഖ്യമന്ത്രി ആകട്ടെ, TVK അധികാരത്തിലേക്ക് വരട്ടെ, വെയിറ്റ് ആൻഡ് സീ. ഞങ്ങളൊരു 6 മാസം കാത്തിരിക്കും. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വിലയിരുത്തിയതിന് ശേഷമായിരിക്കും തുടർ നടപടി. അതുകൊണ്ട് അത്തരമൊരു സാധ്യത അടഞ്ഞിരിക്കുകയാണല്ലോ. DMK-യും അണ്ണാ DMK-യും ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പോൾ വിജയ്ക്ക് മുന്നിൽ മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാമല്ലോ. DMK മാത്രമല്ല, ദ്രാവിഡ കക്ഷികളെല്ലാം ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഇപ്പോൾ. അത് അവർ തുറന്നു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വിജയുടെ TVK അധികാരത്തിൽ വന്നാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കുറിക്കുമെന്ന് സ്റ്റാലിൻ അറിയാം, എടപ്പാടി പളനിസ്വാമിക്കും അറിയാം. പക്ഷേ ഇപ്പോൾ വിജയെ എതിർക്കാൻ അവർക്ക് യാതൊരു വിധത്തിലും കെൽപ്പില്ല. അല്ലെങ്കിൽ എതിർത്താൽ ഉണ്ടാകുന്ന അനുഭവം ചിലപ്പോൾ 1 വർഷത്തിനകമോ 2 വർഷത്തിനകമോ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറയാം. ജനവികാരം
വിജയ്ക്ക് അനുകൂലമാണ്. അതായത് ഇതിനേക്കാൾ വലിയ വിജയം വിജയ് നേടും. ഇതിനേക്കാൾ വലിയ വിജയം പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. വിജയുടെ പാർട്ടി മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. വിജയുടെ പാർട്ടി മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. കാരണം എനിക്ക് പണ്ട് ശരിക്കും പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ചെയ്തതുപോലെ വിജയ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഗവർണർ ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഞാനിതാ നേരിട്ട് ഇലക്ഷന് വേണ്ടിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പിൻവലിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇലക്ഷനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിന് ഭയപ്പെടേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് DMK രംഗത്ത് വരും. DMKയുടെ കളി എന്ന് പറയുന്നത് വളരെ വിചിത്രമായ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DMKയും BJP ഇതിൽ നിർണായകമായ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. DMKയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നണിയിലുള്ളവരെ ചിലപ്പോൾ അപ്പുറത്തേക്ക് വിടുകയും 1-2 വർഷം കഴിഞ്ഞ് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരെ കൊണ്ട് പിൻവലിപ്പിച്ചുകൊണ്ട്, കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് പിൻവലിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്ന് തൻ്റെ ഒരു അപ്രമാദത്തെ നിലനിർത്തുന്ന വിധത്തിൽ ഇലക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് അത് CPM പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. CPI പോലും DMKയുടെ പൂർണ്ണ വിശ്വാസത്തിലേ അങ്ങോട്ട് പോകുള്ളൂ. അതായത് കഴുകൻ്റെ ഗുഹയിൽ കാകൻ ചെല്ലുന്നത് പോലെ ചെല്ലുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. ഇവിടുന്ന് ആരെങ്കിലും DMKയുടെ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും അപ്പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവരെ വിജയ് വിശ്വസിക്കുന്നത് അപകടത്തിലാവും. BJP സംബന്ധിച്ച് അതല്ലാതെ വിജയുടെ മുന്നിൽ എന്താണ് വഴിയുള്ളത്? കാരണം ചെറിയ ചെറിയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ DMK മുന്നണിയിലുള്ളവർ അല്ലെങ്കിൽ അണ്ണാ DMK മുന്നണിയിലുള്ളവർ. അവരുടെ അപ്പോൾ വിജയ്ക്ക് കിട്ടിയിരിക്കുന്ന ശരിയായ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് AIDMK പിളർക്കുക എന്നുള്ളതാണ്. 3-2 കിട്ടി ഇപ്പുറത്ത് വന്നാൽ അതായിരിക്കും വിജയ്ക്ക് ഏറ്റവും വലിയ, ഇവരെ ആരെയും വിശ്വസിക്കാൻ കഴിയും. അതിന് 32-33 ആളുകൾ വേണ്ടി വരും. അതെ, അതിനുള്ള ശക്തി അവിടെയുള്ളവർ വരാൻ തയ്യാറാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് അവർ അധികാരമില്ലാതെ ഉഴരുന്നവരാണ്. ഇപ്പോൾ ഇനി അവർക്ക് ഒരു കാര്യം അറിയാം, എടപ്പാടിയുടെ കൂടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഇതിനേക്കാൾ മോശമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്നുകിൽ DMKയിലേക്ക് പോവുക, അല്ലെങ്കിൽ TVKയിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും അണ്ണാ DMKയിലെ ഭൂരിഭാഗം MLA-മാരുടെയും താല്പര്യം. അപ്പോൾ താങ്കൾ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലേ? അണ്ണാ DMK നെടുക പിളരുക എന്നുള്ളത് അല്ലേ? നെടുക പിളരാൻ വളരെ നെടുക പിളരുകയല്ല, 3-2 കിട്ടണം. അപ്പോൾ 40 പേര് വരെ അവിടെ വില്ലിംഗ് ആണെന്നാണ് പറയുന്നത്. അതിനാണ് OPS-നെ പിടിക്കുന്നത്. അപ്പോൾ പനീർസെൽവത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ളവരുടെ മുഴുവൻ പൾസും പനീർസെൽവത്തിന് അറിയാം. പനീർസെൽവം വഴി അത് ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ TVKയുടെ ഗ്യാങ്ങിലുള്ള പലരും, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പലരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കരൂർ സംഭവത്തിനേക്കാൾ വലിയ വെട്ടിലായിരിക്കുകയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെ TVK വിജയ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇറുക്ക് അവിടുന്ന് വരുന്നു. അതുപോലെ തന്നെ DMKയുടെ നാടകം എന്താണെന്ന് പിടിയില്ലാതെ നിൽക്കുകയാണ്. ഇത് താങ്കൾ ഗവർണറെ വൈകിപ്പിക്കുന്നതിനെ താങ്കൾ നിസ്സാരമായി കാണുന്നില്ലല്ലോ അല്ലേ? അത് സമയമെടുക്കാൻ തന്നെയാണ് അല്ലെ? BJPക്ക് ഇറങ്ങി കളിക്കുവാനുള്ള സമയമൊരുക്കുക എന്നുള്ള വേദി ഒരുക്കുക, അല്ലെങ്കിൽ വിജയ് ഏത്തയിട്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടെടുത്തുകൊണ്ട് കിട്ടുന്നവരെ തട്ടിക്കൂട്ടി വരിക. BJP സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം TVKയോടൊപ്പം കോൺഗ്രസ് പോകുന്നതാണ്. കാരണം TVKയും കോൺഗ്രസും തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാളെ BJPയുടെ രാഷ്ട്രീയ ഭാവിയെ തമിഴ്നാട്ടിൽ ബാധിക്കും. കോൺഗ്രസും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കളിയാണല്ലോ കളിച്ചത് അല്ലേ? കാരണം DMK പോലും കണക്കിലെടുക്കാതെ BJP കളത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി ഒരു കളി കളിച്ചു. മുൻകൂട്ടി അവരിറങ്ങുകയാണ്. മുൻകൂട്ടിയല്ല, കഴിഞ്ഞ ഇലക്ഷന് മുമ്പ്. അതെ, ശരിയാണ്. മാത്രമല്ല മതേതര സഖ്യം എന്ന രീതിയിൽ വിജയുടെ പാർട്ടിക്കും വിജയ്ക്കും താല്പര്യവും കോൺഗ്രസിനെയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിന്, കാരണം ഇവർ രണ്ടുപേരുടെയും ഏതാണ്ട് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുടെ രൂപവും രീതിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ഒന്നിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ള ഗവർണർ എടുക്കുന്ന തീരുമാനം, വളരെ അന്തിമമായ തീരുമാനം, വളരെ പ്രധാനപ്പെട്ടതാണ്. 2 തവണയാണ് വിജയെ മടക്കി അയച്ചത്. തീർച്ചയായിട്ടും ഗവർണർ, ഇത് എല്ലാവരും പറയുന്നുണ്ട്, ഗവർണർ ഇപ്പോൾ തലയെണ്ണുന്നു അല്ലെങ്കിൽ ഫ്ലോർ ടെസ്റ്റ് നടന്നു. ഫ്ലോർ ടെസ്റ്റ് അല്ല ഗവർണർ നടത്തുന്നത് സുസ്ഥിരമായ ഒരു ഭരണം നടത്താനുള്ള സൗകര്യം ഉള്ളയാളിനെ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഗവർണർക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ നീണ്ടുപോകുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റിസോർട്ട് പൊളിറ്റിക്സിന് അവിടെ അവസരം ഉണ്ടാവുകയാണ്. MLA-മാരെ വീണ്ടും റിസോർട്ടിലേക്ക് TVKക്ക് മാറ്റേണ്ടി വരും. അതെ, കോടതിയെ സമീപിക്കേണ്ടി വരും. കോടതിയെ സമീപിച്ചാലും ഇപ്പം വേറൊന്നും കോടതിക്ക് പറയാൻ പറ്റില്ല. ഗവർണറോട് ഒരു ഡയറക്ഷൻ കൊടുക്കാനില്ല. ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഫ്ലോർ ടെസ്റ്റ് നടത്തട്ടെ എന്ന് പറയാം. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ പറയാം ഫ്ലോർ ടെസ്റ്റ് നടത്തി തീരുമാനിക്കട്ടെ എന്ന്. അങ്ങനെ ഫ്ലോർ ടെസ്റ്റ് നടത്തി തീരുമാനിക്കേണ്ടി വന്നാൽ DMKയുടെ കൂടെ നിൽക്കുന്നവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകൻ്റെ കൂട്ടിലെ കാക്കയെ പോലെ ഇപ്പുറത്തേക്ക് വിട്ടുകൊടുക്കും. അത്
6 മാസമോ 1 വർഷമോ 2 വർഷമോ എപ്പോഴാണ് DMKക്ക് തങ്ങളുടെ കളം മെച്യൂറായി എന്ന് തോന്നുന്നവരെ അവിടെ നിർത്തുകയും കളം മെച്യൂറായി കഴിയുമ്പോൾ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്തുണ കൊടുത്തത്. അത് ഇന്നലെ സ്റ്റാലിൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ അതൊക്കെ നടത്തുമെങ്കിൽ DMK ഞങ്ങളുടെ പിന്തുണ എപ്പോഴും അവർക്കുണ്ടായിരിക്കുന്നു. പിന്നെ സീറ്റിൻ്റെ പിന്തുണയല്ല, പുറത്തു നിന്നുള്ള പിന്തുണ. ഇപ്പോൾ DMK മറ്റൊന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ വരാതിരിക്കാനായിട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് BJP ആണ്, കേന്ദ്ര നേതൃത്വമാണ് എന്ന് വരുത്തി തീർക്കാനും കൂടെ ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗവർണർ ഇവരെ വിളിക്കാത്തതെന്ന് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. ആ രീതിയിൽ ചെകുത്താനും നടുക്കടലിനും ഇടയിലായിട്ട് വിജയ് നിൽക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പക്വത കുറവുകൊണ്ട് വിജയ്ക്ക് ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കാൻ കഴിയുമെന്നറിയില്ല. വിജയ്ക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം ഒ പനീർസെൽവത്തിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ADMK 3-2 പിന്നെ ആൾക്കാരെ ഇപ്പുറത്തേക്ക് ചേരി ചേർത്തുകൊണ്ട് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസും കൂടെ നിൽക്കും. അപ്പോൾ അതായിരിക്കും അവർക്ക് ഒരു ഭരണത്തിൽ എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം, വിശ്വസനീയമായ മാർഗം. അങ്ങനെ സാധ്യത കാണുന്നുണ്ടോ ചന്ദ്രകാന്ത്? ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം കാര്യങ്ങളിൽ ഈ DMKയുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ലീഡർ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ജയലളിത കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു എല്ലാം ബൈൻഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളില്ല. അപ്പോൾ അവർക്കൊരു നേതൃത്വത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവിടെ ഈ ഓൾട്ടർനേറ്റീവായിട്ട് അല്ലെങ്കിൽ DMK മറിച്ച് ഭരണത്തിൽ വരാൻ പറ്റാതെ പോയത് ഒരു നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ വിജയായിരുന്നു ആളുകൾക്ക് തോന്നിയ ഒരു സംഭവം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഒക്കെ വളരെ അതുകൊണ്ട് തന്നെയാണ് ഇവർ പുറകോട്ട് പോയത്. പക്ഷേ അതുകൊണ്ട് ഈ 3-2 ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് 40 പേരെയൊക്കെ അങ്ങനെ 47 പേരിൽ 40 പേരെയൊക്കെ അങ്ങനെ പെട്ടെന്ന് മറിച്ചിടാൻ പറ്റുമെങ്കിൽ അത് ഏത് തരത്തിലുള്ള കളികളായിരിക്കും ഉണ്ടാകുമെന്നുള്ള അറിയില്ല. പക്ഷേ ഈ ഫ്ലോർ ടെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം 32, 33 മതി, മതി. പക്ഷേ അത് മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾ, അവരുടെ മറ്റു തരത്തിലുള്ള അവരുടെ ഡിമാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പെട്ടെന്ന് ഒന്നും നടക്കാൻ അങ്ങനെ പെട്ടെന്ന് എളുപ്പമല്ല. പക്ഷേ അത് നടന്നുകൂടാഴുകയുമില്ല. 28 പേരെയാണ് ഇപ്പം റിസോർട്ടിലാക്കിയിരിക്കുന്നത്. അതിലൊരു 4-5 പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആയി. അത് പോണ്ടിച്ചേരിയിലാണ്, പോണ്ടിച്ചേരിയിലുള്ള അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇതിന് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പില്ലാതെ ഈ വിജയ ഗവൺമെൻറ് ഫോം ചെയ്യാൻ വിളിക്കുകയും അതിനുശേഷം ഫ്ലോർ ടെസ്റ്റ് നടത്തുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കുതിരക്കച്ചവടത്തിലേക്ക് പോവുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിരിക്കണം. മാത്രമല്ല ഇതിനൊരു എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെബിലിറ്റി കിട്ടും എന്ന് തന്നെ. മാത്രമല്ല ഇവിടുന്ന് പോകുന്നവരൊക്കെ അനുവാദത്തോടെ പോകുന്നവർ എന്തായാലും അനുവാദത്തോടെ തന്നെയായിരിക്കും തിരിച്ചു പോവുക. അവർ തിരിച്ചു പോവുക. അതുകൊണ്ട് DMK നേതാക്കളെല്ലാം പറയുന്നത്, ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരെല്ലാം പറയുന്നത് ഒരു പാർട്ടിയെയും ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ട, TVKക്ക് പിന്തുണ കൊടുക്കേണ്ട എന്ന് പറയുന്നില്ല എന്നാണ്. അതായത് ഗവൺമെൻറ് ഫോം ചെയ്തോട്ടെ, വിജയ് സർക്കാർ രൂപീകരിച്ചോട്ടെ എന്ന നിലപാടാണെന്ന് DMK പറയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജനവികാരം, അതായത് ഭൂരിപക്ഷം എന്തായാലും 108 സീറ്റിൽ അവർ ജയിച്ചിട്ടുണ്ട്. ഒന്ന് വിജയുടെ 2 സീറ്റുകളാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ഈ 96-ലും 98-ലും ഒക്കെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കിട്ടിയ ഒരു വലിയ സിമ്പതി ഫാക്ടറുണ്ട്. നമുക്കറിയണം, അങ്ങനെയാണ് BJPക്ക് ഇന്ത്യയിൽ ഇത്രയും ശക്തമായ നിലയിൽ ഒരു ഭരണത്തിലേക്ക് വരാനുള്ള വഴി ഒരുക്കിയത്. ഈ സിമ്പതി ഫാക്ടർ കിട്ടിയതാണ്. 96-ലാണെങ്കിലും 98-ലാണെങ്കിലും പുറത്തു പോകേണ്ടി വന്നപ്പം 99-ൽ അവർക്ക് വരാൻ പറ്റി. അത് 2004 വരെ പോയി. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന 2014 മുതൽ കാണുന്ന ഒരു ശക്തമായിട്ട് നിലയിൽ BJP മുന്നോട്ട് പോകുന്നത്. ഇതുപോലൊരു സിറ്റുവേഷൻ തമിഴ്നാട്ടിൽ ആവർത്തിച്ച് കൂടാഴികയില്ല. കാരണം ഒരു സിമ്പതി ഫാക്ടർ, തമിഴ്നാട്ടിലാണെങ്കിൽ വൈകാരികമായിട്ട് വളരെ പ്രതികരിക്കുന്ന ആൾക്കാരുമാണ്. വിജയെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിജയെ മാറ്റി നിർത്തി വേറൊരു കോalition കൊണ്ടുവന്ന് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനവികാരത്തിനെതിരായിട്ട് നടത്തുന്ന ഒരു പ്രവൃത്തിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ആര് വന്നാലും കിട്ടുക. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയി ഏതെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത്രയും പേരുടെ 117 പേരുടെ 118 പേരുടെയോ അല്ലെങ്കിൽ 119 പേരുടെയോ പിന്തുണയോടെ വന്നാൽ അതുതന്നെയായിരിക്കും ആ നാടിന് നല്ലത്. മറ്റു ചില കാര്യങ്ങൾ കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. വിജയിനുള്ള പോലീസ് സുരക്ഷ അത് പിൻവലിക്കുന്നു, പന്തലുകൾ അഴിച്ചു മാറ്റുന്നു സത്യപ്രതിജ്ഞയ്ക്കുള്ള. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലീഗ് പിന്മാറിയതിന് പിന്നിലും വ്യക്തമായ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ. ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണ അവിടെ വിജയ്ക്ക് കിട്ടുന്നു, അങ്ങനെ ഒരു ഘടകം അവിടെ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ടല്ലോ.
തീർച്ചയായിട്ടും. അല്ലേ? നമുക്കിവിടെ അറിയാവുന്ന നമുക്ക് അടുത്തുള്ള കന്യാകുമാരി ജില്ലയിലുള്ള രാജേഷ് കുമാർ കഴിഞ്ഞ തവണ അദ്ദേഹം 50,000 വോട്ടിനാണ് കോൺഗ്രസിൻ്റെ ഇത്തവണ അദ്ദേഹം 1000-ഓളം വോട്ടുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള കന്യാകുമാരി ജില്ലയിൽ ഈ TVKയുടെ വോട്ട് വളരെ ശക്തമായിട്ട് ഈ TVKയ്ക്ക് വോട്ട് പോയി, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് അതിനകത്തൊരു രസകരമായ കാര്യം, രാജേഷ് കുമാറാണ് ആദ്യമായിട്ട് കോൺഗ്രസ്സിന് കത്തെഴുതുന്നത് ഈ TVK ഈ വിജയുടെ പാർട്ടിയെ നമ്മുടെ ഒപ്പം നിർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് കഴിഞ്ഞ കൊല്ലം തന്നെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ കത്തെഴുതിയ ആളാണ് ഈ രാജേഷ് കുമാർ. അവിടെ കാരണം പുള്ളിക്ക് നല്ലപോലെ പൾസ് കിട്ടിക്കാണും ഒരുപക്ഷെ ഇതാണ് വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട്. കാരണം ജോസഫ് വിജയ് എന്നുള്ള പേര് കൊണ്ട് തന്നെ അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നു. അത് റിസൾട്ടിൽ വന്നു. ഇപ്പം നമ്മുടെ സ്റ്റാലിൻ തോറ്റതിനെ പറ്റിയുള്ള അനാലിസിസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. സ്റ്റാലിൻ പലതരത്തിൽ ക്രിസ്ത്യൻ സഭകളെ ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള ക്രിസ്മസ് കാരൽസ്, അവർക്ക് വേണ്ടുന്ന ചർച്ചുകൾക്കുള്ള സഹായം ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ മദ്യം നയത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അതൊന്നുമല്ല, കൃത്യമായിട്ട് ഈ അനുഭാവികൾക്കിടയിൽ വന്നിരിക്കുന്ന മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആണെങ്കിലും ഈ പറയുന്ന കൂടെ നിൽക്കുന്നവരുമൊക്കെ മാറിയിരിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക വോട്ടിൻ്റെ പെർസെൻറ്റേജിൽ ഉണ്ടാകുന്നൊരു മാറ്റം തന്നെയാണ് അവർക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ വൈകൽ ഉണ്ടാവുകയില്ല എന്നാണോ ശ്രീ വേണുഗോപാൽ താങ്കൾ കരുതുന്നത്? ഇനി അടുത്ത തവണ വിജയ് ഗവർണറെ കാണുമ്പോൾ ഈ പിന്തുണ കത്തുമായി വരിക തന്നെ ചെയ്യും. അതിനുള്ള കാര്യങ്ങൾ വിജയ് ഒരുക്കുന്നുണ്ട്. DMKയും അത് ഒരുക്കുന്നുണ്ടെന്നുള്ളതാണ് രഹസ്യമായ പരസ്യം. അല്ല, DMKയ്ക്ക് വേണ്ടിയല്ലല്ലോ അത്. DMKയ്ക്ക് വേണ്ടിയല്ല. DMK ഈ CPIയും CPMും അതുപോലെ മറ്റേ VKC ഒക്കെ അങ്ങോട്ട് മുന്നണിയൊക്കെ അവിടെ പോയി പിന്തുണ കൊടുക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. കാരണം വിജയ്ക്ക് ഒരു താൽക്കാലിക നിലനിൽപ്പുണ്ടാകുന്നതാണ് DMKയെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇപ്പോൾ അലങ്കോലപ്പെട്ട് വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് BJP കൊണ്ടുപോകുമെന്നറിയാം. അവർക്കിപ്പോൾ ഒരു സീറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ വിജയ് വീണ്ടും ഒരു ഇലക്ഷന് പോയി കഴിഞ്ഞാൽ വിജയ് തമ്പിങ് മെജോറിറ്റിയോട് കൂടി തിരിച്ചു വരികയും ചെയ്യും. അത് DMKയെ കൂടുതൽ അപകടത്തിലാക്കും. DMKയ്ക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന 73 അല്ലേ, അത്രയും സീറ്റുകൾ പോലും കിട്ടാത്ത ഒരു ഘട്ടത്തിലേക്ക് അവിടെ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ DMKയുടെ കണക്ക് കൂട്ടൽ ഇപ്പോൾ ഒരു കാരണവശാലും ഇലക്ഷൻ വരരുത്. ഇപ്പോൾ ഇലക്ഷൻ വന്നാൽ വിജയ് കൂടുതൽ സീറ്റ് പിടിക്കും. കൂടുതൽ സീറ്റ് പിടിച്ചാൽ അത് തങ്ങളുടെ സീറ്റുകളായിരിക്കും കൂടുതൽ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സീറ്റിലുള്ള BJPക്ക് എന്തായാലും നേട്ടമേ ഉണ്ടാവുള്ളൂ. BJP ആയിരിക്കും അതിൽ എൻകാഷ് ചെയ്യാൻ പോകുന്നത്. BJP വേറൊരു സമവാക്യം ഉണ്ടാക്കാനുള്ള ശ്രമവും അവിടെ നടത്തും. അപ്പോൾ വേറെ ഇപ്പോൾ വ്യക്തമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ BJPക്ക് TVK വീണ്ടും ഇലക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ പറയാനും കഴിയും. ആ വിധത്തിലേക്ക് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ, ഇപ്പോൾ ദ്രാവിഡ വിഷയം വിട്ട് വേറൊരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് തമിഴ്നാട്ടിൽ സാധിക്കും. ആ ഒരു മുദ്രാവാക്യം വന്നു കഴിഞ്ഞാൽ BJPക്ക് സ്കോപ്പ് അവിടെ കൂടും. ഇപ്പോൾ അത് വരാനായിട്ട് DMK ഒരു വിധത്തിലും തയ്യാറല്ല. അതുകൊണ്ടാണ് DMK ഏത് വിധേനയും ഇപ്പോൾ വിജയെ അധികാരത്തിൽ എത്തിക്കണം, 1 വർഷമോ 2 വർഷമോ ആയാലും കുഴപ്പമില്ല, വിജയ് അവിടെ നിൽക്കണം എന്നുള്ളതാണ് DMKയുടെ ഏറ്റവും വലിയ. അതുമാത്രമല്ല, ഇന്ത്യ സഖ്യം ഇവിടെ തകർന്നിട്ടുണ്ട്. കാരണം DMK എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. കോൺഗ്രസും തൃണമൂലും കഴിഞ്ഞാൽ പിന്നെ DMK ആണല്ലോ. ചന്ദ്രകാന്ത് പക്ഷേ അതിനെക്കുറിച്ചൊരു സംസാരമേ നടക്കുന്നില്ല, അല്ലേ? അതിനെപ്പറ്റിയുള്ള ഒരു ആശങ്കയും ഇല്ല DMKയ്ക്കും. DMK ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ബാക്ക് സ്റ്റാബേഴ്സ് തന്നെയാണ് അവരെ വിളിച്ചത്. വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു. അതായത് അവരോട് ഇപ്പം CPIയോടോ CPMനോടോ VCKയോടോ അവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ കൃത്യമായിട്ട് ചോദിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഇന്ത്യ സഖ്യത്തിന് മുൻകൈ എടുത്ത കോൺഗ്രസ് തന്നെയാണ് ഇവിടെ ഇന്ത്യ സഖ്യം, അല്ലേ? ഇന്ത്യ സഖ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ കൂടെ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് പുറത്തു വരുന്നത്. അതാ പറഞ്ഞത്, ഒരു സഖ്യം ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ അതിനെ തകർക്കുന്നത് ഒരുപക്ഷെ അപൂർവമാണ്. ഇപ്പം BJP ആഗ്രഹിച്ച ഒരു പൊളിറ്റിക്കൽ റിസൾട്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, അത് കോൺഗ്രസിന് പിന്നീട് വരുന്ന പല സ്ഥലത്തും ഈ സഖ്യകക്ഷികളുടെ ബന്ധത്തിൽ ഇതൊരു ചെറിയൊരു ഒരു മാറാനും സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി വേണുഗോപാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയുടെ കാര്യം വെള്ളത്തിലായിരിക്കുകയാണ്. അത് ബംഗാളിൽ തന്നെ നമ്മളത് കണ്ടു കഴിഞ്ഞു. ബംഗാളിൽ തന്നെ ഇന്ത്യ മുന്നണി സ്പ്ലിറ്റ് ആകുന്ന വിധത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ കൂടെ വന്നു കഴിയുമ്പം മമതയും സ്റ്റാലിനും 2 വിധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാവി അസ്ഥാനത്താണ്. ആ മുന്നണി തന്നെ നിൽക്കുമോ എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് വരാൻ. ഇപ്പോൾ ആ കാർഡ് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ കക്ഷിനില എന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ വിജയ്ക്ക്
മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പറ്റുമെന്നാണ്. TVK 107, കോൺഗ്രസ് 5, 112 ആയി കഴിഞ്ഞു. പിന്നെയുള്ള സാധ്യത ചന്ദ്രകാന്ത് എങ്ങനെയാണ് കാണുന്നത്? ഏത് രീതിയിൽ 118 എത്താൻ പറ്റും? അല്ല, അത് നമ്മളീ പറഞ്ഞത് തന്നെ CPI, CPM, അതുപോലെ തന്നെ ഈ തിരുമാവളവൻ്റെ പാർട്ടി, ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ 6 പേര് കിട്ടും. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ അണ്ണാ DMK മുന്നണിയിൽ പിളർത്തി കഴിഞ്ഞാൽ 32, 33 അതിലേക്ക് അത് വളരെ നമുക്ക് PMK ഇല്ല അല്ലെ? PMK വരില്ല. PMK വരുമെന്ന് വെച്ചാൽ PMK വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ പിളർത്തുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് പറയാൻ എളുപ്പമാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം 32 പേര്, നമുക്കറിയാം ആം ആദ്മി പാർട്ടി BJPയിലോട്ട് ഒരു സെക്ഷൻ വന്നപ്പം അവർ 6 മാസത്തോളം വെയിറ്റ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് DMDK ഉണ്ടാവുകയില്ല, PMK ഉണ്ടാവുകയില്ല, AMMK ഉണ്ടാവുകയില്ല അല്ലേ? DMDK ഇതിൽ വരില്ല. കാരണം വിജയകാന്തിൻ്റെ പാർട്ടിക്ക് ഇതിലേക്ക് വരാൻ താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. കാരണം അവരുടെ ചെറിയ എക്സ്റ്റൻസ് ആണ്, ചെറിയ പാർട്ടികളാണ്. കുറേ നമുക്ക് കേരളത്തിൽ കാണുന്നതിനേക്കാളും കൂടുതൽ പാർട്ടികൾ ഒരേ സമാനമായിട്ടുള്ള ആശയങ്ങളുള്ള പാർട്ടികളുണ്ട്. അപ്പോൾ ആ പാർട്ടികൾക്കെല്ലാം അവരുടെ നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ CPIക്കോ CPMനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം മറ്റു പാർട്ടികൾക്കില്ല. കാരണം അവർക്ക് ഇതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർക്കും പൊളിറ്റിക്കൽ എക്സ്റ്റൻസിന് അവർ DMK വളരെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം ഡിണ്ടിഗലും മധുരയിലുമൊക്കെയാണ് അവരുടെ MP മാരുള്ളത്. നിർത്തി കൊടുത്താൽ മതി. കാരണം 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ പോയി നിന്ന് അവിടുത്തെ DMK കാൻഡിഡേറ്റിനെ മാറ്റിയിട്ടാണ് കോയമ്പത്തൂരിൽ നിന്ന് ഒരു DMK കൈ അയച്ചാണ് സീറ്റുകൾ നൽകിയത്. നമുക്കറിയാം, കോൺഗ്രസിനാണെങ്കിലും CPIക്കാണെങ്കിലും CPMനാണെങ്കിലും ലീഗിനാണെങ്കിലും VCK ആണെങ്കിലും ഒക്കെ ലീഗിന് പലയിടത്തും നിൽക്കുമ്പോൾ ചിഹ്നം പോലും ഇല്ല. അപ്പം പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കോൺഗ്രസിന് കന്യാകുമാരി ജില്ലയിലാണ് ഈ 5 പേരിൽ 3 പേരും കന്യാകുമാരി ജില്ലയിലാണ്, ഒരാൾ മയിലാടുതുറയിൽ നിന്നാണുള്ളത്. അപ്പോൾ ഈ ചെറിയ പോക്കറ്റിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. അവർക്ക് അധികാരത്തിൽ വരണം. കാരണം ഇതുവരെ വളരെ വർഷങ്ങളായിട്ട് കോൺഗ്രസിന് മന്ത്രിസഭയിൽ ചേരാൻ പറ്റിയിട്ടില്ല. ആ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടകം, തെലങ്കാന, കേരളത്തിൽ ഈ സൗത്ത് ഇന്ത്യയിലെ 4 സ്ഥലത്ത്, തെക്കേ ഇന്ത്യയിലെ 4 സ്ഥലത്തും അധികാരത്തിലിരിക്കുമ്പോൾ അതിന് വേറൊരു തരത്തിലുള്ള ഒരു കളർ വരും. അതിന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല. കാരണം ഏത് പാർട്ടിക്കും അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഒരു തകർച്ചയാണ് അവിടെ കാണുന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിന് ആരാണോ മുൻകൈ എടുത്തത് അവർ തന്നെ ആ സഖ്യത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പിന്മാറുന്ന ഒരു കാഴ്ച. കുറച്ചുകൂടി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ വേണമെങ്കിൽ മാറാൻ പറ്റുമെന്ന് സംഭവം. കാരണം ഈ പറഞ്ഞ സംഭവം തീർച്ചയായിട്ടും വിജയനെ തടഞ്ഞു നിർത്തുന്നത് അവിടുത്തെ ചെറുപ്പക്കാരായ ആളുകളുടെ വികാരത്തെ തടയുന്നതാണ്. അവർ കുറച്ചും കൂടി ഈ സംഭവം നമ്മൾ പറയുന്ന പോലെ തന്നെ സ്പ്രെഡ് ചെയ്യുകയും അടുത്തൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്നൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സ്വീപ്പ് തമിഴ്നാട്ടിൽ അങ്ങനെ ലാൻഡ്സ്ലൈഡ് വിക്ടറി വളരെ സാധ്യമാണ്. 230-220 സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. DMKക്കും അണ്ണാ DMKക്കും കിട്ടിയിട്ടുള്ളതാണ്. ശരി, നന്ദി രണ്ടുപേർക്കും. എന്തായാലും നാളെയോടുകൂടി ചിത്രം കൂടുതൽ വ്യക്തമാകും. VCKയുടെ ഒരു തീരുമാനം മിക്കവാറും നാളെ വന്നേക്കാം. വിജയുടെ പാർട്ടിയെ പിന്തുണയ്ക്കുവാനായിരിക്കും സാധ്യത കൂടുതൽ. CPIയും CPMും ഇനിയും എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. വിജയിയെ പക്ഷേ എത്ര നാൾ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയും എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇടവേളയ്ക്ക് ശേഷം രണ്ടാമത്തെ ചർച്ച, കോൺഗ്രസിൽ കസേരകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.